ഹലോ ഗായ്സ്, അങ്ങനെ ജോബ്ലെസ് വ്ളോഗ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്നും രാവിലെയും എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. ബിക്കോസ് ഇന്നലെ നമ്മുടെ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം കണ്ടിട്ടൊക്കെയാണ് കടന്നത്. കിടിലൻ മത്സരമായിരുന്നു. ഇരു ടീമുകളും നല്ല രീതിയിൽ കളിച്ചു. സിറ്റി നല്ലൊരു കിടിലൻ കംബാക്ക് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിനെ നൈസായിട്ട് സൈലന്റ് ആക്കി. ഡ്രോയിലാണ് ഇനി. അപ്പോൾ സെക്കൻഡ് ലെഗ് അങ്ങ് സിറ്റിയിൽ നടക്കുമ്പോൾ നമുക്ക് നോക്കാം അല്ലെ, അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ നോക്കാം. എനിവേസ് അതൊരു ഹാപ്പി ന്യൂസിലാണ് ഞാൻ ഉറങ്ങിയത്. പക്ഷേ മോർണിംഗ് വാസ് റിയലി ഷോക്കിംഗ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് എനിക്കറിഞ്ഞൂടാ എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതായത് പരിചയസമ്പന്നയല്ലാത്തതായിരുന്നു ആ ഹൗസ് സർജൻ്റ് ആയിട്ടുള്ള ആ ഡോക്ടർ, കൊല്ലപ്പെട്ട ആളെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഫെൽറ്റ് എ വെരി ബാഡ് കമന്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് ഹാൻഡ് കഫോടെ കൊണ്ടുവരേണ്ട ഒരു പ്രതി ഒരു ഡോക്ടറെ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് വെറുതെ പോലീസിനെയൊക്കെ ന്യായീകരിക്കാന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി നിങ്ങൾക്കറിയാലോ. ഐ എം നോട്ട് സെയിങ് എനിത്തിങ്. ഓക്കെ, അപ്പം എന്തായാലും എൻ്റെ ജോബ്ലെസ് വ്ളോഗ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കി നോക്കാം. എന്തായാലും രാവിലെ തന്നെ ഇവിടെ സിസ്റ്റമൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്റമൊക്കെ ഓണാണ്. സോ അപ്പോൾ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ നോക്കാം. ഓക്കെ, അങ്ങനെ കുറേ നേരം സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കുറേ കമ്പനികൾക്ക് ജോബ് അയച്ച് കുറേ പേരോട് സംസാരിച്ച് ഫുഡ് കഴിച്ച് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ചിപ്പി വിളിച്ച് ചിപ്പിയെ ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. സോ ഒന്ന് കുളിച്ചൊരുങ്ങി സെറ്റപ്പായിട്ട് ചിപ്പിയെ കാണാൻ പോവാം. മിക്കവാറും കനകുന്നിലോ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം വെറുതെ ഇരിക്കണം. ബിക്കോസ് ഷീസ് ഓൺ പീരീഡ്സ്. അപ്പോൾ നല്ല മൂഡ് സ്വിങ്സിലൊക്കെ ഇരിക്കുകയായിരിക്കും. എന്നെ പിടിച്ചിരിക്കാനുള്ള ചാൻസും കടിക്കാനുള്ള ചാൻസും ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി ഹെൽമെറ്റ് ഇട്ട് ഷൂടാൻ വേണ്ടി ഇരിക്കുകയാണ്. ആൻഡ് പോവാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ചൂട് വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയി കണ്ടിട്ട് ബാക്കി. ഓക്കെ ടിപ്സ്. അങ്ങനെ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ മുട്ട സമരമായിരുന്നു മറ്റേ ഡോക്ടർ മരിച്ച ഇൻസിഡന്റിന്റെ പേരിൽ. അങ്ങനെ ഡോക്ടറിനെ കൊന്ന ഇൻസിഡന്റിന്റെ പേരിൽ ഇവിടെ ഉണ്ട് കേട്ടോ. മുട്ടിഞ്ഞ ബ്ലോക്കായിരുന്നു. ഏകദേശം 1 മണിക്കൂർ പിടിച്ച് ഞാൻ ഇവളുടെ അടുത്ത് എത്താനായിട്ട്, സെക്രട്ടറിൻ്റെ അവിടെ എത്താനായിട്ട്. അമ്മ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് പിക്ക് ചെയ്ത് അതേ ഇപ്പോൾ കനകക്കുന്നിൽ വന്നിരിപ്പുണ്ട്. മടുത്ത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളം മൊത്തം നല്ല കാര്യമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. നടക്കട്ടെ, മാറ്റങ്ങൾ വരട്ടെ. പിന്നെന്താ പറയാനുള്ള ചിപ്പി, ഇന്ന് ഒരു ഫോട്ടോ ഒക്കെ ആരോ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് കണ്ടാ. ഒരു ചേട്ടന് നമ്മള് കാരണം 2 ദിവസം ഫ്ലവേഴ്സിന്റെ DB നൈറ്റിന്റെ ഫ്രീ പാസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു പുള്ളി. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരേക്കും നമ്മള് കാരണം നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ലെങ്കിലും വേറെ എല്ലാവർക്കും ഉപകാരമുണ്ട്. യെസ്. എന്ത് ചിപ്പി പിരീഡ്സാണോ? വയ്യേ? ഒട്ടും വയ്യ, പനിയും പിടിച്ചു. അത് ഇന്നലെ മഴ കൊള്ളണം എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് അവിടേക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. ഞാനൊന്ന് നൈസായിട്ട് ലൈമും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ട്, കഴിക്കട്ടെ. ഈ പിടിച്ചവൾ വരുന്നത് കണ്ടോ നടന്നിട്ട്. എന്താണ് ദേഷ്യം? എന്താണ് അതാണ് ദേഷ്യം? അങ്ങനെ നമ്മുടെ എന്താണ് ജോബ്ലെസ് വ്ളോഗ് പാർട്ട് 2 എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തൊന്നും പറയാനില്ലാത്ത? പണിയില്ലാത്തവനെ ഞാൻ കിട്ടില്ല. പണിയില്ലാത്തവളെ ഞാനും കിട്ടില്ല. എനിക്ക് പണിയെടുക്കാനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് പണിയെടുത്ത് പ്രായമായി. അതുകൊണ്ട് തന്നെ ഇനിയും പണിയെടുക്കണം. അതുകൊണ്ട് ഇനി ഞാൻ പണിയെടുക്കില്ല. ഇനി പ്രായമാവാത്തവള് പ്രായമാക്കി പണിയെടുത്ത് തന്നെ നോക്കണം. പിന്നെ കല്യാണം മാറ്റി വെക്കല്ലേ? മാറ്റിച്ചു ആണ് കേട്ടാ. ഓക്കെ ആണല്ലോ. ഞാൻ ബാംഗ്ലൂർ പോട്ടെ. ജോബ് സീക്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നീ എന്നെ തല്ലുന്നു. കടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. യെസ്, അങ്ങനെ അവനെ കണ്ട്. എടാ ആക്ച്വലി വ്ളോഗിൽ എടുക്കാൻ വേണ്ടിട്ട് നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. അപ്പോഴേക്കും ആണോ?
അടുത്തതാരാണ് വരുന്നുണ്ടല്ലോ, അടുത്ത ആരുടെ പടം വരുന്നുണ്ടല്ലോ? എടാ നിന്റെ മുഖം ഒന്ന് കാണിച്ച് നോക്കട്ടെ, കാണിക്കടാ. ഇൻസ്റ്റ ഐഡി എന്തായിരുന്നു? എനിക്കല്ല, ഇവിടെ അറിയാൻ വേണ്ടിട്ടാ. ഞാനത് ഇവിടെ കൊടുക്കാം. അപ്പൊ പൊളിക്ക് വെച്ചാൽ ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? അപ്പൊ ശരി, നല്ല ഭംഗിയുണ്ട് ഇതില് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊട്ടും ഭംഗിയില്ല. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ ഭയങ്കര രസമാട്ടോ, കനകുന്നിനെ ഇവിടെ വന്നിരുന്നിട്ട് കാണാനായിട്ട്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്പോട്ടുകളിലൊന്നാണ് ഇത്. വീട്ടിൽ പോകുന്ന സമയമായെന്ന് പറഞ്ഞാൽ അല്ലമ്മ ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ആക്ച്വലി ഭീമയിൽ നിന്ന് വെഡ്ഡിങ് റിങ് എടുത്ത സമയത്ത് അവരൊരു പ്ലാന്റ് നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ ആയിട്ട് ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാം നമുക്ക്. വാ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ജോബ്ലെസ് വ്ളോഗ് പാർട്ട് 2 അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറെ കമ്പനീസിന് ഇതയച്ചു, ഒരുപാട് പേരോട് സംസാരിച്ചു, പിന്നെ ഒരു ചെടി നട്ടു, പിന്നെ അവളെ കാണാൻ വേണ്ടി ഞാൻ കനകുന്നി പോയി, അവിടെയുള്ള വിക്രസ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ ഡോക്ടറിന്റെ മരണത്തോടനുബന്ധിച്ച് ട്രിവാൻഡ്രത്ത് സെക്രട്ടറിന്റെ അവിടെ ഒരു കിടില സമരമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഏകദേശം എനിക്ക് 1 മണിക്കൂർ ടൈം പിടിച്ചു. ഞാൻ ഓൾമോസ്റ്റ് അവിടുന്ന് ക്രോസ് ചെയ്ത് പോകാനായിട്ട് അത്രയും ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ഓരോ കേസിനെ പറ്റി നമ്മൾ ഭയങ്കര കാര്യമായിട്ട് നിൽക്കും. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സംഭവം നോക്കാം, അതുപോലെ തന്നെ ഫുഡിനെ റിലേറ്റ് ചെയ്ത്, ബോട്ടിനെ റിലേറ്റ് ചെയ്ത്, ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തും ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പ്രഹസനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളൂ. അതിനിടയിൽ പക്ഷേ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഒരു ജീവനാണ് പോയത്. അത് തിരിച്ച് ഇനി ഒരിക്കലും നമ്മളാലൊന്നും കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് അല്ലേ. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഫോർ ലൈക്ക് ആ ഒരു വിഷയത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെ ജോലിയില്ലാത്ത ദിവസങ്ങൾ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കഷ്ടപ്പാടാണ്, പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടു ദ ഓൾ പീപ്പിൾ ഇൻ ട്രിവാൻഡ്രം ഒരു കാര്യമുണ്ട്, നമ്മുടെ ലോക്കലി മെയ്ഡ് 2023 വരികയാണ്. അപ്പോൾ അവരുടെ ലോക്കലി മെയ്ഡിൻ്റെ പ്രോഗ്രാം വാട്സ് അറൗണ്ട് ട്രിവാൻഡ്രവുമായിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ടിക്കറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ്സിൽ ആൻഡപ്പൻ എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ആ ടിക്കറ്റ്സിനുണ്ട്. സോ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതിൽ കയറുക, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കോഡിൽ ആൻഡപ്പൻ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അല്ലാത്ത ഡിസ്കൗണ്ടുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 10% ഡിസ്കൗണ്ടും കൂടെ ആൻഡപ്പൻ്റെ വക കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വരിക, അടിച്ചു വിളിക്കാം. CB കപ്പിൾ അവിടെ ഉണ്ടാവും. നമ്മുടെ ചിപ്പിയുടെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്, ലൈവ് പെർഫോമൻസ് ഉണ്ട്. സോ നിങ്ങളെ ഞങ്ങൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഓക്കെ, ബൈ.